ഏവർക്കും ലേൺ വിത്ത് രജിത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് ചോദനത്തിന്റെ ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദനം എന്താണെന്നും ചോദനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനത്തിന്റെ ഇലാസ്തികത. ചോദനത്തിന്റെ ഇലാസ്തികത എന്താണ് എന്ന് വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തി സാധാരണയായി 1 കിലോ ആപ്പിളാണ് വാങ്ങാറുള്ളത്. ഒരു വ്യക്തി സാധാരണയായി 1 കിലോ ആപ്പിളാണ് വാങ്ങാറുള്ളത്. 1 കിലോ ആപ്പിളിന് 100 രൂപയാണ് വില. പെട്ടെന്ന് ആപ്പിളിന്റെ വില വർദ്ധിച്ചു. 100 രൂപയിൽ നിന്നും ആപ്പിളിന്റെ വില 200 രൂപയിലേക്ക് കൂടി അല്ലെങ്കിൽ വർദ്ധിച്ചു. അപ്പോൾ ആ വ്യക്തി 1 കിലോ വാങ്ങിക്കൊണ്ടിരുന്ന ആ വ്യക്തി ആപ്പിളിന്റെ അളവ് 1/2 കിലോയിലേക്ക് കുറച്ചു. 1 കിലോ വാങ്ങിക്കൊണ്ടിരുന്ന ആള് ആപ്പിളിന്റെ അളവ് 1/2 കിലോയിലേക്ക് കുറച്ചു. ഇതുപോലെ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ ആപ്പിളിന്റെ വില 100-ൽ നിന്നും 50 ആയിട്ട് കുറഞ്ഞു. ആപ്പിളിന്റെ വില 100-ൽ നിന്നും 50 ആയി കുറഞ്ഞു. അപ്പോൾ 1 കിലോ വാങ്ങിക്കൊണ്ടിരുന്ന വ്യക്തി 1 കിലോയിൽ നിന്നും 2 കിലോ അളവ് ആപ്പിൾ വാങ്ങാൻ ശ്രമിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആപ്പിളിന്റെ വില കൂടിയപ്പോൾ കുറവ് അളവ് സാധനം വാങ്ങുകയും ആപ്പിളിന്റെ വില കുറഞ്ഞപ്പോൾ കൂടിയ അളവ് സാധനം വാങ്ങുകയും ചെയ്തു. ഇതിനെയാണ് ചോദനത്തിന്റെ ഇലാസ്തികത എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ വില കുറഞ്ഞിരിക്കുമ്പോൾ ആ സാധനം ആളുകൾ കൂടുതലായി വാങ്ങും. ഒരു സാധനത്തിന്റെ വില കൂടിയിരിക്കുമ്പോൾ ആ സാധനം ആളുകൾ വാങ്ങുന്നത് കുറയ്ക്കും അല്ലെങ്കിൽ കുറവ് അളവ് സാധനം വാങ്ങും. ഇതിനെ നമുക്ക് ചോദനത്തിന്റെ ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. അതായത് വിലയും വാങ്ങുന്ന അളവും തമ്മിൽ എതിർബന്ധമാണുള്ളത്, ഓപ്പോസിറ്റ് റിലേഷൻ ആണുള്ളത്. വില കൂടിയാൽ കുറവ് വാങ്ങും, വില കുറഞ്ഞാൽ കൂടുതൽ വാങ്ങും. ഇനി എന്താണ് ചോദനത്തിന്റെ ഇലാസ്തികത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് ആ സാധനത്തിന്റെ ചോദനത്തിൽ ഉണ്ടാകുന്ന പ്രതികരണത്തെ ചോദനത്തിന്റെ ഇലാസ്തികത എന്ന് പറയാം. അപ്പോൾ എന്താണ് ചോദനത്തിന്റെ ഇലാസ്തികത? ഒരു സാധനം, അത് ഏത് സാധനമായിക്കൊള്ളട്ടെ, ആ സാധനത്തിന്റെ വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ എന്തിൽ മാറ്റം ഉണ്ടാകും? ചോദനത്തിൽ പ്രതികരണം ഉണ്ടാവും. വില കൂടിയാൽ കുറഞ്ഞാൽ വാങ്ങുന്ന അളവിൽ എന്താണ് മാറ്റമുണ്ടാകും, വ്യതിയാനമുണ്ടാകും. ഇതിനെയാണ് ചോദനത്തിന്റെ ഇലാസ്തികത എന്ന് പറയുന്നത്. അപ്പോൾ വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ അളവിലും മാറ്റമുണ്ടാകും എന്ന് പറയുന്നതാണ് ചോദനത്തിന്റെ ഇലാസ്തികത. നമ്മൾ കടയിൽ സാധനം വാങ്ങാൻ എത്തുമ്പോൾ സാധനത്തിന്റെ വില എത്രയാണ് എന്ന് നമ്മൾ ചോദിക്കും, അല്ലെ? 1 കിലോ കടല വാങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കും 1 കിലോ കടലയ്ക്ക് എത്ര രൂപയാണ്? അപ്പോൾ അവർ പറയും 1 കിലോ കടലയ്ക്ക് കൂടുതൽ വിലയാണ് അല്ലെങ്കിൽ ഇത്ര രൂപയിൽ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോ വേണ്ട, 1/2 കിലോ മതി. കടലയ്ക്ക് ഇപ്പം വില കുറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങും. ഇതിനെയാണ് ചോദനത്തിന്റെ ഇലാസ്തികത എന്ന് പറയുന്നത്. ഇലാസ്തികത എന്നാൽ പ്രതികരണക്ഷമത അല്ലെങ്കിൽ സംവേദനക്ഷമത എന്ന് നമുക്ക് പറയാം. വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ
അതിന്റെ ചോദനത്തിൽ എത്രമാത്രം മാറ്റം ഉണ്ടാകുന്നു, അതായത് എത്രമാത്രം പ്രതികരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ചോദനത്തിൽ എത്രമാത്രം സംവേദനം ഉണ്ടാകുന്നു, ഇതിനെയാണ് ഇലാസ്തികത എന്ന് പറയുന്നത്. വിലയിൽ ഉണ്ടാകുന്ന മാറ്റം ഒരു സാധനത്തിന്റെ ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ തോതാണ്. വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ തോത്, ആ തോതിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനത്തിന്റെ ഇലാസ്തികത എന്ന് പറയുന്നത്. വിലയിൽ ഒരു നിശ്ചിത വർധനവ് അല്ലെങ്കിൽ കുറവ് ചോദനത്തിന്റെ അളവിൽ ഏത് തോതിൽ കുറവ് അല്ലെങ്കിൽ വർധനവ് ഉണ്ടാക്കുന്നു എന്ന് ചോദനത്തിന്റെ ഇലാസ്തികത പഠിക്കുന്നു. വിലയിൽ ഒരു നിശ്ചിത വർധനവോ കുറവോ ഉണ്ടാകുമ്പോൾ ചോദനത്തിന്റെ അളവിൽ ഏതു തോതിൽ കുറവ് അല്ലെങ്കിൽ വർധനവ് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത് ചോദനത്തിന്റെ ഇലാസ്തികതയാണ്. വിവിധ കമ്പോളങ്ങളിൽ, വിവിധ മാർക്കറ്റുകളിൽ ഓരോ വസ്തുവിന്റെയും ചോദനത്തിന് ഇലാസ്തികത വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു സാധനം തന്നെ വിവിധ കമ്പോളങ്ങളിൽ, വിവിധ മാർക്കറ്റുകളിൽ അതിന്റെ ഇലാസ്തികത വ്യത്യസ്തമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 5 തരത്തിലുണ്ട്. ചോദനത്തിന്റെ ഇലാസ്തികതയെ 5ആയി നമുക്ക് തരംതിരിക്കാം. ചോദനത്തിന്റെ ഇലാസ്തികതയെ വില ഇലാസ്തികത അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി 5 തരമാണുള്ളത്. ഒന്ന്, പൂർണ്ണ ഇലാസ്തിക ചോദനം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. 2, പൂർണ്ണ ഇലാസ്തി രഹിത ചോദനം, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. 3, ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ അധിക ഇലാസ്തിക ചോദനം, ഇലാസ്റ്റിക് ഓർ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. 4, സമ ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ യൂണിറ്റി ഇലാസ്റ്റിക് ഡിമാൻഡ്. 5, ഇലാസ്തികമല്ലാത്ത ന്യൂന ഇലാസ്തിക ചോദനം, ഇൻ ഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് അല്പം ഒരു ഭീതി തോന്നാം. ഇതെല്ലാം എന്താണ്? നമുക്കൊരു സംശയം ഉണ്ടാവാം. ഓരോന്നും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ എളുപ്പമാണ്. ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കറിയാവുന്ന സാമ്പത്തിക ശാസ്ത്ര കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. ഓരോന്നും എന്താണ് എന്ന് പെട്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി പൂർണ്ണ ഇലാസ്തിക ചോദനം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പൂർണ്ണ ഇലാസ്തിക ചോദനം പറയുന്നത് വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ അനന്തമായ മാറ്റം, അപരിമിതമായ മാറ്റം, വലിയൊരു മാറ്റം, നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അനന്തമായ മാറ്റം, നമുക്ക് എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്ത അനന്തമായ മാറ്റം എന്തിനുണ്ടാകുന്നു? ചോദനത്തിനുണ്ടാകുകയാണെങ്കിൽ അതാണ് പൂർണ്ണ ഇലാസ്തിക ചോദനം. ഒരു സാധനത്തിന്റെ വിലയിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അനന്തമായ, നമുക്ക് അളക്കാൻ പറ്റാത്ത അത്രയും വ്യത്യാസമാണ് ചോദനത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് പൂർണ്ണ ഇലാസ്തിക ചോദനമാണ്. രണ്ടാമത്തത് പൂർണ്ണ ഇലാസ്തി രഹിത ചോദനമാണ്, പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇലാസ്തി രഹിതം എന്ന് പറഞ്ഞാൽ അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കണം. ഒരു സാധനത്തിന്റെ വിലയിൽ എത്ര കണ്ട് മാറ്റം ഉണ്ടായാലും ഡിമാൻഡിൽ അല്ലെങ്കിൽ ചോദനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അടുത്തതായിട്ട് പൂർണ്ണ ഇലാസ്തി രഹിത ചോദനം എന്താണ് നമുക്ക് പരിശോധിക്കാം. പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് മീൻസ് ഇലാസ്തി രഹിതമാണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അവിടെ ഇല്ല. അതായത് ഒരു സാധനത്തിന്റെ വിലയിൽ എത്ര വർധനവുണ്ടായാലും എത്ര കുറവുണ്ടായാലും ഡിമാൻഡിൽ അല്ലെങ്കിൽ ചോദനത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ലെങ്കിൽ അത് പൂർണ്ണ ഇലാസ്തി രഹിത ചോദനമാണ്. ഉപ്പ് എന്ന് പറയുന്ന വസ്തുവിന്റെ വില കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ഉപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന അളവ് തന്നെ വാങ്ങുന്നു. വില കൂടിയത് കൊണ്ട് കുറച്ച് വാങ്ങുകയോ വില കുറഞ്ഞത് കൊണ്ട് കൂടുതൽ വാങ്ങുകയോ നമ്മൾ ചെയ്യുന്നില്ല.
കാരണം ഉപ്പെന്ന് പറയുന്ന വസ്തുവിന് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്, പൂർണ്ണ ഇലാസ്തിരഹിത ചോദനമാണ്. അടുത്തതായി ഇലാസ്തിക ചോദനം എന്താണ്, അധിക ഇലാസ്തിക ചോദനം എന്താണ് എന്ന് പരിശോധിക്കാം. ഇലാസ്റ്റിക് അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ അധികമായിട്ടാണ് ചോദനത്തിൽ മാറ്റമുണ്ടെങ്കിൽ അത് ഇലാസ്റ്റിക് ആണ്, മോർ ഇലാസ്റ്റിക് ആണ്. വിലയിൽ 5% മാറ്റമുണ്ടാകുമ്പോൾ ചോദനത്തിൽ 5% മുകളിൽ 6, 7, 8, 9, 10 അങ്ങനെയാണ് മാറ്റമുണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇലാസ്തിക ചോദനം, ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് എന്ന് പറയാം. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് അത് മോർ ഇലാസ്റ്റിക് ആണ്. ഇലാസ്തിക ചോദനം എന്നാൽ അധിക ഇലാസ്തിക ചോദനം എന്ന് ഓർത്തുവെക്കുക. അടുത്തതായി സമ ഇലാസ്തികത ചോദനമാണ്, യൂണിറ്റി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. സമം എന്ന് പറയുമ്പോൾ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അതേ അനുപാതത്തിലാണ് ചോദനത്തിൽ മാറ്റം ഉണ്ടാകുന്നതെങ്കിൽ അതാണ് യൂണിറ്റി ഇലാസ്റ്റിക് അല്ലെങ്കിൽ സമ ഇലാസ്തികത. ഒരു സാധനത്തിന്റെ വിലയിൽ 5% മാറ്റമുണ്ടായപ്പോൾ സാധനത്തിന്റെ ചോദനത്തിൽ 5% മാറ്റമുണ്ടായെങ്കിൽ അതിനെയാണ് സമ ഇലാസ്തികത എന്ന് പറയുന്നത്, യൂണിറ്റി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്തതായി ഇലാസ്തികമല്ലാത്ത അല്ലെങ്കിൽ ന്യൂന ഇലാസ്തിക ചോദനം എന്ന് പറയാം, ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്തികമല്ലാത്ത എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെന്ന് വിചാരിക്കരുത്. ഇലാസ്തികമല്ല എന്ന് പറഞ്ഞാൽ അത് ലെസ് ഇലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ ന്യൂന ഇലാസ്തികതയാണ്. ന്യൂന ഇലാസ്തികത എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ആനുപാതികമായി നോക്കിയാൽ അതിൽ കുറവ് മാറ്റമാണ് അല്ലെങ്കിൽ അതിൽ കുറവ് വർധനവോ കുറവോ ആണ് ഏതിലുണ്ടാവുക, ചോദനത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് ഇലാസ്തികമല്ലാത്ത ന്യൂന ഇലാസ്തിക ചോദനമാണ്. ഒരു സാധനത്തിന്റെ വിലയിൽ 5% മാറ്റം വരുമ്പോൾ അതിന്റെ ചോദനത്തിൽ 5% കുറവാണ് മാറ്റമുണ്ടാകുന്നതെങ്കിൽ അതിനെ ഇലാസ്തികമല്ലാത്ത ന്യൂന ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഇവിടെ പ്രധാനമായും നമ്മൾ പഠിച്ചു വെക്കേണ്ടത് പൂർണ്ണ ഇലാസ്തികതയാണ്. പൂർണ്ണ ഇലാസ്തികതവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് പറയുക. പൂർണ്ണ ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലാസ്റ്റിസിറ്റി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമാണ്, അനന്തമാണ്, ഇൻഫിനിറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. പൂർണ്ണ ഇലാസ്തിക രഹിതം അതായത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവിടെ ഇലാസ്റ്റിസിറ്റി ഇല്ല എന്നാണ്. ഇലാസ്റ്റിസിറ്റി ഇല്ല, അതായത് ഇലാസ്തി രഹിതമാണ്. എന്നാൽ ഇലാസ്തിക ചോദനം എന്നാൽ മോർ എന്നാണ് അർത്ഥം. ഇലാസ്തിക ചോദനം എന്നാൽ വിലയേക്കാൾ കൂടുതൽ ചോദനം ഉണ്ടാകുന്നു, മോർ എന്നാണ് അർത്ഥം. ഇലാസ്തികമല്ലാത്ത എന്ന് പറഞ്ഞാൽ ലെസ് എന്നാണ് അർത്ഥം, ന്യൂനം എന്നാണ് അർത്ഥം. ഇലാസ്തികമല്ലാത്ത എന്ന് പറഞ്ഞാൽ വിലയേക്കാൾ കുറവ് ചോദനമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. പൂർണ്ണ ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വിലയിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം അതിന്റെ ചോദനത്തിൽ അപരിമിതമായ, അനന്തമായ അല്ലെങ്കിൽ കണക്കിൽ പെടാത്ത, കണക്ക് കൂട്ടാൻ കഴിയാത്ത വലിയ മാറ്റം വരുത്തുന്നുവെങ്കിൽ അതിനെയാണ് പൂർണ്ണ ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. വിലയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ ചോദനത്തിൽ അല്ലെങ്കിൽ വാങ്ങുന്ന സാധനത്തിന്റെ അളവിൽ ഒരു വലിയ മാറ്റം, നമുക്ക് കണക്കിൽ പെടുത്താൻ പറ്റാത്ത അത്ര മാറ്റം ഉണ്ടാകുന്നതെങ്കിൽ അതാണ് പൂർണ്ണ ഇലാസ്തിക ചോദനം. പൂർണ്ണ ഇലാസ്തിക ചോദനത്തിന്റെ ചോദന ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്. ഇൻഫിനിറ്റീവ് എന്നാൽ അനന്തമാണ്, അപരിമിതമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ പ്രൈസ് എന്നത് 5 രൂപയാണെന്ന് വിചാരിക്കുക. ആ സാധനത്തിന്റെ പ്രൈസിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നു. 5 രൂപയിൽ നിന്നും 5 രൂപ 50 പൈസയായി മാറുന്നു എന്ന് വിചാരിക്കുക. 5 രൂപ 50 പൈസയായി മാറുമ്പോൾ അത് വാങ്ങുന്ന അളവിൽ കണക്ക് കൂട്ടാൻ പറ്റാത്ത അളവ്
ആ സാധനം ആളുകൾ വാങ്ങുന്നുവെങ്കിൽ അതിന് അപരിമിതമായ അനന്തമായ മാറ്റമുണ്ട് എന്ന് പറയാം. ഡിമാൻഡ് കർവ് എപ്പോഴും കാണപ്പെടുന്നത് OX ആക്സിസിന് സമാന്തരമായിട്ടായിരിക്കും. കാരണം വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ ചോദനത്തിലുണ്ടാകുന്ന മാറ്റം അനന്തമായതുകൊണ്ടാണ് ചോദന വക്രം സമാന്തരമായി കാണപ്പെടുന്നത്. രണ്ടാമതായി പൂർണ്ണ ഇലാസ്തിരഹിത ചോദനം അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ് പൂർണ്ണ ഇലാസ്തിരഹിത ചോദനം? വില എത്ര കണ്ട് മാറിയാലും ചോദനത്തിന്റെ അളവിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ചില സാധനങ്ങളുടെ കാര്യമെടുത്താൽ വിലയിൽ എത്ര കണ്ട് മാറ്റമുണ്ടായാലും, വില കൂടിയാലും കുറഞ്ഞാലും വാങ്ങുന്ന അളവിൽ, ഉപഭോക്താക്കൾ വാങ്ങുന്ന അളവിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല പറയുന്നത്. ഒരു ഉപഭോക്താവ് ചില സാധനങ്ങളുടെ വിലയിൽ എത്ര കണ്ട് മാറ്റമുണ്ടായാലും മുൻപ് വാങ്ങിക്കൊണ്ടിരുന്ന അതേ അളവ് സാധനം തന്നെ വാങ്ങുകയാണെങ്കിൽ അവിടെ പൂർണ്ണ ഇലാസ്തിരഹിത ചോദനമാണ്. വില എത്ര കണ്ട് മാറിയാലും ചോദനത്തിന്റെ അളവിൽ യാതൊരു മാറ്റവും വരുന്നില്ല. വിലയിൽ കൂടുതൽ ഉണ്ടായാലും കുറവുണ്ടായാലും ആളുകൾ വാങ്ങിക്കൊണ്ടിരുന്ന അതേ അളവ് സാധനം തന്നെ വാങ്ങുകയാണെങ്കിൽ അത് പൂർണ്ണ ഇലാസ്തിരഹിത ചോദനമാണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അവിടെ ചോദനം എന്നത് ഇലാസ്തിരഹിതമാണ്. ചോദനം ഇലാസ്തിരഹിതമാണ്. ഉദാഹരണം പറഞ്ഞാൽ അരി, ഉപ്പ് തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ അതിന്റെ വില എത്ര കണ്ട് കൂടിയാലും കുറഞ്ഞാലും ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ അളവ് തന്നെ വാങ്ങുന്നു. ഇവിടെ പൂർണ്ണ ഇലാസ്തിരഹിത ചോദനമാണ്. അതുകൊണ്ട് ഇതിന്റെ ചോദന ഇലാസ്തികത 0 എന്ന് നമുക്ക് പറയാം. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾ നോക്കുക, OP എന്ന പ്രൈസിന് OM അളവ് സാധനമാണ് ഒരാൾ വാങ്ങിയിരുന്നത്. OP പ്രൈസിന് OM അളവ് അരി വാങ്ങിയെന്ന് വിചാരിക്കുക. അരിയുടെ വില OPയിൽ നിന്നും OP1ലേക്ക് വർദ്ധിച്ചു. അരിയുടെ വില OPയിൽ നിന്ന് OP1ലേക്ക് വർദ്ധിച്ചു. എന്നാൽ സാധനത്തിന്റെ അളവ് OMൽ നിന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. അതായത് വിലയിൽ വ്യത്യാസം ഉണ്ടായപ്പോൾ സാധനത്തിന്റെ ചോദനത്തിൽ അല്ലെങ്കിൽ വാങ്ങുന്ന അളവിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. ഇതിനെയാണ് നമ്മൾ പൂർണ്ണ ഇലാസ്തിരഹിത ചോദനം എന്ന് പറയുന്നത്. ഇവിടെ ചോദന വക്രം എന്ന് പറയുന്നത് OXന് ലംബമാണ്. മൂന്നാമതായി ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ അധിക ഇലാസ്തിക ചോദനം. ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നോ മോർ ഇലാസ്റ്റിക് ഡിമാൻഡോ എന്ന് പറയാം. ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ അധിക ഇലാസ്തിക ചോദനം. വിലയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ ചോദനത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ അധിക ഇലാസ്തിക ചോദനം എന്ന് പറയുന്നത്. ഒരു സാധനത്തിന്റെ വിലയിൽ ഒരു ചെറിയ അളവ് വർധനവോ കുറവോ ഉണ്ടാകുമ്പോൾ സാധനത്തിന്റെ ചോദനത്തിൽ വലിയ അളവ് വർധനവോ വലിയ അളവ് കുറവോ ഉണ്ടാകുമ്പോൾ അതിനെ ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ അധിക ഇലാസ്തിക ചോദനം എന്ന് പറയാം. ഇവിടെ ഇലാസ്തികത 1ൽ കൂടുതലായിരിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ പ്രൈസ് OP എന്ന് പറയുന്നതാണ് സാധനത്തിന്റെ പ്രൈസ്. OM എന്ന് പറയുന്ന അളവാണ് നമ്മൾ വാങ്ങിയിരുന്നത്. സാധനത്തിന്റെ പ്രൈസ് OPയിൽ നിന്ന് OP1 ആയിട്ട് കുറഞ്ഞു. ഒരു ചെറിയൊരു കുറവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. OPയിൽ നിന്ന് OP1 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ സാധനത്തിന്റെ ചോദനം അല്ലെങ്കിൽ സാധനത്തിന്റെ അളവ് OMൽ നിന്നും OM1 ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ പ്രൈസിലുണ്ടാകുന്ന വിലയിലുണ്ടാകുന്ന ആ കുറവിനേക്കാൾ അല്ലെങ്കിൽ ആ അളവിനേക്കാൾ കൂടുതലാണ് ചോദനത്തിൽ വ്യത്യാസമുണ്ടായത്. വിലയിൽ ഒരു 5% കുറവ് സംഭവിച്ചാൽ സാധനം വാങ്ങുന്നതിൽ അല്ലെങ്കിൽ ചോദനത്തിൽ 5% മുകളിൽ ആണ് ചോദനമെങ്കിൽ അതിനെ നമുക്ക് ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ അധിക ഇലാസ്തിക ചോദനം എന്ന് പറയാം.
5% മാറ്റമാണ് വിലയിൽ ഉണ്ടാകുന്നതെങ്കിൽ 5% മുകളിൽ ആണ് മാറ്റം ഏതിനുണ്ടാകുന്നത്? ചോദനത്തിനുണ്ടാകുന്നത്. അടുത്തതായി നാലാമതായി ഇലാസ്തികമല്ലാത്ത ചോദനം അല്ലെങ്കിൽ ന്യൂന ഇലാസ്തിക ചോദനം. ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് വിലയിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ വിലയിലുണ്ടാകുന്ന ഒരു മാറ്റം അതിന്റെ ചോദനത്തിൽ ഒരു ചെറിയ മാറ്റമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, വിലയിൽ എത്ര കണ്ട് മാറ്റമുണ്ടായാലും ചോദനത്തിൽ ഒരു ചെറിയ മാറ്റമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ഇലാസ്തികമല്ലാത്ത ന്യൂന ഇലാസ്തിക ചോദനം എന്ന് പറയാം. വിലയിലുണ്ടാകുന്ന മാറ്റത്തെക്കാൾ വളരെ ചെറിയ അളവിലാണ് ചോദനത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഇതാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇലാസ്തികത എപ്പോഴും ഒന്നിൽ കുറവായിരിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈസ് ലെസ് ദാൻ 1 എന്ന് പറയാം. ഇലാസ്റ്റിസിറ്റി എപ്പോഴും ഒന്നിൽ കുറവായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സാധനം OP പ്രൈസിന് OM സാധനം വാങ്ങി. പ്രൈസ് OPയിൽ നിന്നും OP1ലേക്ക് വലിയ അളവിൽ കുറഞ്ഞു. എന്നാൽ സാധനം വാങ്ങിയത് OMൽ നിന്നും OM1ലേക്ക് ചെറിയ ഒരു അളവ് മാറ്റമാണ് ഉണ്ടായത്. അപ്പോൾ വിലയിൽ 5% മാറ്റമുണ്ടായപ്പോൾ അതിന്റെ ഡിമാൻഡിൽ ഒരു 2% മാറ്റമാണ് ഉണ്ടായതെങ്കിൽ അത് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്, ഇലാസ്തികമല്ലാത്ത ചോദനമാണ് എന്ന് മനസ്സിലാക്കുക. അഞ്ചാമതായി സമ ഇലാസ്തിക ചോദനം അല്ലെങ്കിൽ യൂണിറ്റി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അതേ അനുപാതത്തിലാണ് ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റമെങ്കിൽ അതിനെ സമ ഇലാസ്തിക ചോദനം എന്ന് പറയാം. വിലയിലും ചോദനത്തിലും ഉണ്ടാകുന്ന മാറ്റം ഒരേ അനുപാതത്തിലാണ്. വിലയിൽ 5% വർധനവുണ്ടായാൽ ചോദനത്തിൽ 5% കുറവുണ്ടാകുന്നു. വിലയിൽ 5% കുറവുണ്ടാകുമ്പോൾ ചോദനത്തിൽ 5% വർധനവുണ്ടാകുന്നു. ഇതിനെ സമ ഇലാസ്തിക ചോദനം എന്ന് പറയാം. ഇവിടെ ചോദന ഇലാസ്തികത 1 ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് നോക്കാം, OP പ്രൈസിന് OM സാധനമാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് OPയിൽ നിന്നും OP1ലേക്ക് വില കുറഞ്ഞപ്പോൾ OMൽ നിന്നും OM1ലേക്ക് സാധനങ്ങൾ കൂടുതൽ വാങ്ങി. ഇവിടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അതേ നിരക്കിലാണ് സാധനത്തിന്റെ വാങ്ങലിൽ അല്ലെങ്കിൽ ചോദനത്തിൽ വർധനമുണ്ടായതെന്ന് മനസ്സിലാക്കുക. ഇതിനെയാണ് സമ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നത്. വില ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്തിക ചോദനം 5 തരമുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓരോന്നും നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയോ തെറ്റിപ്പോവുകയോ ചെയ്യുന്നതാണ്. ഒന്നുകൂടെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഇൻഫിനിറ്റീവ് ആണെങ്കിൽ അതിനെ പൂർണ്ണ ഇലാസ്തികത അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് 0 ആണെങ്കിൽ അതിനെ പൂർണ്ണ ഇലാസ്തിരഹിത പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് 1ൽ കുറവാണെങ്കിൽ, കുറവായതുകൊണ്ടാണത് ന്യൂന ഇലാസ്തികത ലെസ് ഇലാസ്റ്റിക്. അതിന് മറ്റൊരു പേരുകൂടിയുണ്ട്, ഇലാസ്തികമല്ലാത്ത അൺഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്തികമല്ലാത്ത ചോദനം എന്ന് പറയാം. ലെസ് ഇലാസ്റ്റിക് ഓർ അൺഇലാസ്റ്റിക് ഡിമാൻഡ്. ദെൻ നാലാമത്തതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് 1ൽ കൂടുതലാണെങ്കിൽ അത് മോർ ഇലാസ്റ്റിക് ആണ്, അധിക ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്തിക ചോദനം. അപ്പോൾ അധിക ഇലാസ്തികതയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാൽ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് ഓർത്തുവെക്കുക. അടുത്തത് ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് 1 ആണെങ്കിൽ അതിനെ സമ ഇലാസ്തികത എന്ന് പറയാം. ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് 1 ആണെങ്കിൽ അത് സമ ഇലാസ്തികതയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് നൽകുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.
നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്